ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വീണ പാർട്ടിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസർ വീണയോട് പറയുന്നുണ്ട്, വീണയ്ക്ക് നല്ല ഭാവിയുണ്ട്, വീണയെക്കുറിച്ച് കുറെ ഡ്രീംസ് ഒക്കെ എനിക്കുമുണ്ടെന്നൊക്കെ പറയുന്നു. വീണയെക്കുറിച്ചുള്ള പ്ലാനൊക്കെ പിന്നീട് പറയാമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഹരി അവിടേക്ക് വരുന്നുണ്ട്. ഹരിയാണെങ്കിൽ വീണയെ കാണുന്നുണ്ട്. വീണ കുടിച്ച് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഹരി വീണയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ പോകാം, ഈ സമയത്ത് നീ കുടിക്കുകയും വലിക്കുകയും ചെയ്യരുതെന്ന് നിനക്കറിയത്തില്ലേ, നിന്റെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു. വീണ അപ്പോൾ പ്രശ്നമുണ്ടാക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്നെ ശല്യം ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് അവിടെയുള്ളവർ പറയുന്നുണ്ട്, ഇതൊരു പാർട്ടിയാണ്, ആ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തെന്നും പറഞ്ഞു ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ. ഹരി അപ്പോൾ പറയുന്നുണ്ട്, വീണ പ്രഗ്നന്റ് ആണ്, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണെന്നൊക്കെ. എനിക്കാണെങ്കിൽ ചോദിക്കാൻ അവകാശമുണ്ട്, ഞാൻ അവളുടെ ഭർത്താവാണെന്നൊക്കെ പറയുന്നു. വീണയ്ക്കപ്പോൾ കൂടുതൽ ദേഷ്യമാകുന്നുണ്ട്. വീണയപ്പോൾ പറയുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ കൂടി തുറന്നു പറയാനെന്ന്. വീണയപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആണ്, പക്ഷെ ഇയാളുടെ കുഞ്ഞൊന്നുമല്ലെന്ന് പറയുന്നു. ഇയാൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതാണ്, അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്, അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ വളർത്തിയതാണെന്നൊക്കെ പറയുന്നു. എനിക്കൊരാളെ ഇഷ്ടമുണ്ടായിരുന്നു, അയാളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹിച്ചതാണ്, അയാളുടെ കുഞ്ഞുമാണിത്, പക്ഷെ അയാളെ ആണെങ്കിൽ ഇയാൾ ഓടിച്ചു കളഞ്ഞതാണ്. എന്നെ കല്യാണം കഴിക്കാനുള്ള മോഹം കൊണ്ട് അയാളെ ഓടിച്ചു കളഞ്ഞിട്ട് ഇവൻ എന്നെ വിവാഹം കഴിച്ചതാണെന്നൊക്കെ പറയുന്നു. എനിക്ക് ഈ വിവാഹത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇവൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചു, ഇവളുടെ അച്ഛൻ തന്നെയാണ് എന്നെ വളർത്തിയത്, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടതാണ്. ഞാൻ നിങ്ങളുടെ പാർട്ടി ഒന്നും തടസ്സപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ്, ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഈ കുടിയും വലിയും ഒക്കെ നിർത്താൻ നിങ്ങളെങ്കിലും ഉപദേശിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹരി അവിടെ നിന്ന് പോകുന്നു. ഹരി പോയതിന് ശേഷം വീണ ബഹളം വെക്കുന്നുണ്ട്, എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇയാളാണെന്നൊക്കെ പറഞ്ഞിട്ട്. ശേഷം കാണിക്കുന്നത് സുജാതാമ്മയും നിത്യയുമാണ്. നിത്യ സുജാതാമ്മ ഉപദേശിക്കുകയാണ്, മോളൊന്നും വിഷമിക്കേണ്ട, അവന്റെ സ്വഭാവം ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്, അത് മോളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് അവൻ എല്ലാ കാര്യങ്ങളും മോൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ഏത് പെണ്ണും ആഗ്രഹിക്കുന്നതല്ലേ എന്നൊക്കെ പറയുന്നു. നിത്യ എപ്പോഴും വിഷമിച്ചിരിക്കുന്നു. ആ സമയത്ത് സുജാതാമ്മ പറയുന്നുണ്ട്, മോള് വിഷമിച്ച് നിൽക്കുന്നത് അച്ഛനെ ഓർത്തിട്ടല്ലേ, അതിനുള്ള ഒരു വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നു. റൂമിൽ ചെന്നതിന് ശേഷം സുജാതാമ്മ ലാപ്ടോപ്പിൽ കൂടി അച്ഛനെ വിളിക്കുകയാണ്. നിത്യയുടെ അച്ഛൻ വീഡിയോ കോളിൽ വരുന്നു. നിത്യ അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എപ്പോ സംഭവിച്ചെന്നൊക്കെ. നിത്യയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, സുജാതയാണെങ്കിൽ എനിക്കൊരു മൊബൈൽ കൊടുത്തു വിട്ടിരുന്നു, അതാണെങ്കിൽ പഠിപ്പിക്കാനും ആളെ വിട്ടിരുന്നു, അങ്ങനെയാണ് വീഡിയോ കോളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. നിത്യ അച്ഛനോട് സുഖവിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, ആഹാരം കഴിച്ചോ, മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിലും അച്ഛൻ ഉടനെ തന്നെ വിളിക്കണേ എന്നൊക്കെ പറയുന്നു. അച്ഛൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. സുജാത നിത്യയോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് സന്തോഷമായോ എന്ന്. നിത്യയാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് സന്തോഷമായെന്ന്. രഘു അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നമുക്കിന്ന് പുറത്തു പോയി ആഹാരം കഴിക്കാമെന്ന്. സുജാതയും അപ്പോൾ പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് കരുതിയതെന്ന്. ശേഷം കാണിക്കുന്നത് നളിനി അമ്മായിയെയും വിമലിനെയുമാണ്. രണ്ടുപേരും ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, നിത്യയുടെയും ജീവന്റെ വിവാഹ ജീവിതം മുടക്കാൻ വേണ്ടി. അമ്മായി പറയുന്നുണ്ട്, രണ്ടുപേരും ഒന്നിച്ചു പോകാൻ പാടില്ല, അവർ രണ്ടുപേരും പിരിയണം, അതിനുശേഷം എൻ്റെ മകനുമായിട്ടുള്ള വിവാഹം നിത്യയുടെ നടക്കണമെന്നൊക്കെ പറയുന്നു. മന്ത്രവാദി ഇപ്പോൾ പറയുന്നുണ്ട്, കറുത്ത ചരട് കെട്ടിയ മുട്ട ആരാണോ പിരിയേണ്ടത് അവരുടെ വീടിന്റെ മുന്നിൽ കുഴിച്ചിടണമെന്ന് പറയുന്നു. ആരുമായിട്ടാണോ വിവാഹം നടക്കേണ്ടത് അവരുടെ വീട്ടിലാണെങ്കിൽ മഞ്ഞ ചരടിലുള്ള മുട്ടയും കുഴിച്ചിടണമെന്ന് പറയുന്നു. അത് വിമൽ തന്നെ ചെയ്യണമെന്നും സൂചിപ്പിക്കുകയാണ്. മുട്ടയൊക്കെ വാങ്ങിയിട്ട് രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങുന്നു. ശേഷം കാണിക്കുന്നത് സുജാതയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വെളിയിൽ പോയി ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നു. രഘു ജീവന്റെ കൂടെ നിത്യ ഇരുന്നാൽ മതിയെന്ന് പറയുന്നു, ഭർത്താവിന്റെ കൂടെയാണ് ഭാര്യ ഇരിക്കേണ്ടതെന്ന്, ഞാനും സുജാതയും പുറകിലിരുന്നോളാമെന്നൊക്കെ പറയുന്നു. അവർ എല്ലാവരും വീട്ടിൽ നിന്നും പോയതിനു ശേഷം വിമലാണെങ്കിൽ സുജാതയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മുറ്റത്ത് മുട്ട കുഴിച്ചിടാൻ തുടങ്ങുന്ന സമയത്ത് വിമല് കൺഫ്യൂസ് ആകുന്നുണ്ട്, ഏത് മുട്ടയാണ് ഇടേണ്ടതെന്ന്. വിമലിന് കൺഫ്യൂഷൻ ആയിട്ട് വിമൽ മഞ്ഞ ചരട് കെട്ടിയ മുട്ട കുഴിച്ചിടുകയാണ്.
ശേഷം കാണിക്കുന്നത് ജീവനും നിത്യയും എല്ലാവരുമാണെങ്കിൽ സന്തോഷത്തോടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മനു സൈഡിൽ കൂടെ ബൈക്കിൽ വരുന്നുണ്ടായിരുന്നു. മനു ആണെങ്കിൽ ജ്യോതിയെ കാണുമ്പോൾ കൈ കാണിക്കുന്നു. ജീവൻ അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ജീവൻ കാറ് വളച്ചിട്ട് മനുവിനെ ഇടിച്ചിടുകയാണ്. മനുവും ബൈക്കും കൂടെ താഴേക്ക് വീഴുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.